ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൈനാപ്പിൾ പച്ചടിയാണ്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക പച്ചടി, അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പച്ചടി, ഇതൊക്കെ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കാം. ഇങ്ങനെ നടുക്കൂടെ കീറിയിട്ട് വേണം പീസാക്കി എടുക്കാൻ. നമ്മൾ നടുക്കുള്ള ആ കൂഞ്ഞെന്ന് പറയുന്നത് എടുക്കത്തില്ല. ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം കൂടെ നല്ലോണം അരച്ചെടുക്കണം. ഇനി ഗ്യാസിൽ ഒരു പാൻ വെക്കുക. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നോക്കുക, ഇത് കുക്കായിട്ടില്ല. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നും കൂടി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായെന്ന്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. പൈനാപ്പിൾ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. ഇനി അരപ്പ് നല്ലോണം ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ അരപ്പ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഉടച്ച തൈരാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിനെ മധുര പച്ചടി എന്നും പറയും. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി എടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് 2 മിനിറ്റ് ശേഷം പച്ചടിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ചാനലിലെ മറ്റു വീഡിയോകളും കണ്ടു നോക്കിയിട്ട് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.